പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോണം. ഇപ്പോൾ വായിക്കേണ്ട സമയമില്ല. ഒരു 2-3 പ്രാവശ്യം അത് വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് 25-ന്റെ 8-ഉം 29-ന്റെ 45-ഉം വായിക്കാം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മതി. 29-ന്റെ 45. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ശരി, ഇനി എല്ലാവരും ശ്രദ്ധിക്കൂ. മിസ്രയീമിലായിരുന്ന ഇസ്രായേലിനെ ദൈവം ആട്ടുകുട്ടിയുടെ ജോലിയാൽ വീണ്ടെടുത്ത് ഫറവോന്റെ അധികാരങ്ങളിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശമായ കാനാൻ കൊടുക്കുന്നതിന് വേണ്ടി മോശ മുഖാന്തരം മുമ്പോട്ട് നടത്തി. അവർ ചെങ്കടൽ കടന്നു മരുഭൂമിയിലെത്തി. മരുഭൂമിയിലായിരുന്ന ജനത്തോട് ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കണം. അതിന് നിങ്ങൾ എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം. ആ തിരുനിവാസത്തിന്റെ വിവരണമാണ് നമ്മൾ 26-ന്റെ 15 മുതൽ 30 വരെ വായിക്കുന്ന. നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം നിങ്ങൾ. അതായത് തിരുനിവാസത്തിന് എടുക്കേണ്ടതായ മരം കതിരമരം, 48 പലകകൾ പറഞ്ഞ അളവിൽ ഉണ്ടാക്കണം. ഒരു പലകയുടെ നീളം 10 മുഴം, വീതി 1.5 മുഴം. വടക്ക് സൈഡില് 20, തെക്ക് സൈഡില് 20, പടിഞ്ഞാറ് വശത്ത് 6, കിഴക്ക് വശത്ത് 2. ഇത് വെള്ളിച്ചുവടിൽ നിർത്തണം. ഓരോ പലകയും 2 കുരുടിൽ പിടിച്ച് യോജിപ്പിച്ച് നിർത്തണം. എന്നിട്ട് 5 അന്താഴങ്ങൾ കൊണ്ട് ഇതിനെ യോജിപ്പിക്കണം. എന്നിട്ട് നടുവിലത്തെ അന്താഴം മുഴുവൻ പലകയെയും ബന്ധിക്കണം. മൊത്തം പൊന്നുകൊണ്ട് പൊതിയണം. ഞാൻ അതിനകത്ത് എൻ്റെ സാന്നിധ്യം ഇറക്കി വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാനായിരിക്കും. കാര്യം മനസ്സിലായവർ ഹല്ലേലൂയ പറയാം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആ അളവിൽ ഇങ്ങനെ സമാഗമന കൂടാരത്തിലും തിരുനിവാസത്തിലും ആലയങ്ങളിലുമൊക്കെ ഇറക്കിയാണ് ദൈവം അവരുടെ നടുവിൽ വസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിതിക്ക് മാറ്റമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 6:16. മറ്റൊരാള് 1 കൊരിന്ത്യർ 3:16 വായിച്ചു. ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത? അടുത്ത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഇത് പൗലോസ് ദൈവജനത്തോട് ചേർന്നെന്ന് പറയുന്നതാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലെങ്കിൽ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നു. ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവപൈതലും ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന് വസിക്കുവാൻ ഈ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. ഇനി എന്നെ ശ്രദ്ധിക്കൂ. ഈ പഴയ നിയമത്തിലെ തിരുനിവാസം, അവിടെ ദൈവം മൊത്തം ഇറങ്ങി വസിച്ചില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ശഖേന അത് മാത്രമാണ് ഇറങ്ങി വസിച്ചത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മൺകൂടാരത്തിലെ മുഷ്ടിയോളം വലിപ്പമുള്ള ഹൃദയത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റ യേശു, ആത്മാവായ യേശു ഇതിനകത്ത് വസിക്കുന്നു. ഉറപ്പുള്ളവർക്ക് മാത്രം ഹല്ലേലൂയ പറയാം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തികൾ അവന്റെ ആലയമാണ്. അപ്പോൾ തന്നെ സ്വതന്ത്രം വ്യക്തികളായ
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് കൂടുന്ന ചേരുന്ന ആ കൂട്ടത്തിന്റെ അകത്ത് ദൈവം വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ പൊന്നിലവിളക്കുകളുടെ നടുവിൽ വസിക്കുന്ന ഈ പൊന്നിലവിളക്ക് ദൈവസഭയാണെന്ന് മുകളിലത്തെ വാക്യത്തിൽ 1:20 എഴുതിയിട്ടുണ്ട്. വായിക്കണ്ട, ശ്രദ്ധിക്കൂ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ദൈവം വസിക്കുന്നു. അതിന് കാരണം സഭ ദൈവത്തിൻ്റെതാണ്. മത്തായി 16:18 വായിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. പല ഗോപുരങ്ങൾ അതിനെ രീതിയിൽ. മത്തായി 16:18 പെട്ടെന്ന് വായിക്കാമോ? നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. മതി. ചിലര് പറയുന്നത് പത്രോസ് നീ പാറയാകുന്നു എന്നാണ്. പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയല്ല. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭയാണ് ദൈവം വസിക്കുന്നതായ ആലയം. കർത്താവിന് സ്തോത്രം. മനുഷ്യൻ കയ്യാൽ പണിതു കൊടുക്കുന്ന ഒന്നിലും ദൈവം വസിക്കുന്നില്ല. മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ദൈവം വസിക്കുന്നു എങ്കിൽ അത് ദൈവമല്ല. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായം 47-ാമത്തെ വചനം. അപ്പോസ്തലരുടെ 47. ശലോമോൻ അവൻ ഒരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. കൈപ്പണിയായതിൽ മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് വസിക്കുന്നത് ദൈവമെങ്കിൽ അവൻ ദൈവമല്ല. ഒന്നും കൂടെ പറയുന്നു, മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വസിക്കുന്നവൻ ദൈവമല്ല. ദൈവം ഉണ്ടാക്കിയതിലേ ദൈവം വസിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരാണ്? നമ്മളാണ്. ഉറപ്പുള്ളവർക്കല്ലേ ഞാൻ പറയാം. ശരി, നമുക്കിനി തിരുനിവാസത്തെയും ദൈവസഭയെയും ഒന്ന് സാദൃശീകരിച്ച് ചില കാര്യങ്ങൾ പഠിക്കണം. പഴയ നിയമത്തിലെ തിരുനിവാസം, ദൈവസ്ഥാനത്ത് ഇറങ്ങി വസിച്ച തിരുനിവാസം പുതിയ നിയമത്തിലെ ദൈവസഭയ്ക്ക് സാദൃശ്യമായിരിക്കും. പഴയ നിയമത്തിലെ തിരുനിവാസം അത് ജീവനും ചൈതന്യം ഉള്ളതല്ല. എന്നാൽ പുതിയ നിയമത്തിലെ ദൈവസഭ ജീവനും ചൈതന്യം ഉള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊണ്ടാടെ. ശ്രദ്ധിക്കൂ, പഴയ നിയമത്തില് തിരുനിവാസം പണിയുവാൻ ദൈവം പറഞ്ഞതായ മരം ഖദിരമരമാണ്. ഈ ഖദിരമരത്തിന്റെ പ്രത്യേകത അത് മുള്ളുള്ളതാണ്, ആരുള്ളതാണ്, കാണാൻ ഭംഗിയില്ലാത്തതാണ്, മനോഹരമല്ലാത്തതാണ്, ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വല്ലാത്ത മരമാണ് ഈ ഖദിരമരം. ദൈവത്തിന് തിരുനിവാസം ഉണ്ടാക്കാൻ, ദൈവം വസിക്കാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത മരം അതായിരുന്നു. ആ മരത്തെ ആദ്യം മുറിക്കണം, പിന്നെ കൊമ്പരക്കണം, പിന്നെ എല്ലാം വെട്ടി ശരിയാക്കണം. എല്ലാ പലകയ്ക്കും ഒരേ അളവ്. സ്തോത്രം. 10 മുഴം ഉയരം, സ്തോത്രം, 1.5 മുഴം വീതി, എല്ലാത്തിനും ഒരേ സൈസ്. ഹല്ലേലൂയ. അതുകൊണ്ട് വേണം ഈ തിരുനിവാസം പണിയേണ്ടത്. അതിനകത്താണ് ദൈവ സാന്നിധ്യം വസിക്കുന്നത്. ഇത് ഒരു പാപിയുടെ മാനസാന്തരത്തെ കാണിക്കുന്നു. ദൈവത്തിന് വസിക്കുവാനായി സമർപ്പിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവം വസിക്കുന്ന തിരുനിവാസത്തിനൊരു പലകയാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ സ്വതന്ത്രം മൂട് മുറിക്കണം. മൂട് മുറിക്കാത്ത ഒരു പലകയ്ക്കും ദൈവത്തിന്റെ തിരുനിവാസത്തിൽ ഒരു പലകയാകാൻ പറ്റത്തില്ല. മൂട് മുറിക്കണം. മനസ്സിലാകുന്നോ വല്ലതും? സ്വതന്ത്രം. വെട്ടിമാറ്റേണ്ട മണ്ഡലമെല്ലാം വെട്ടിമാറ്റണം. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം, പാരമ്പര്യങ്ങളിൽ നിന്നെല്ലാം, സാമുദായിക നിലവാരങ്ങളിലെല്ലാം സ്വതന്ത്രം ഏതാണ്ട് വിട്ടു നിൽക്കുകയല്ല, വെട്ടിമാറ്റണം.
വെട്ടി മാറ്റിയാൽ പാത്രം പോരാ, പിടിച്ചു കിടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് എല്ലാ കൊമ്പും വെട്ടി മാറ്റണം, മൂട് മുറിക്കണം, കൊമ്പുകൾ വെട്ടി മാറ്റണം, ചെത്തി ശരിയാക്കണം, എന്നിട്ട് കറക്റ്റായിട്ട് നൂലടിച്ച് കീറണം. സൗകര്യത്തിനുള്ള ഒരു വലയും ഇതിനകത്ത് ചേർക്കുകയില്ല. ദൈവസഭയ്ക്കകത്തുള്ള സകല വിശ്വാസിക്ക് ഒരേ അളവ്. ദൈവസഭയ്ക്കകത്തുള്ള സകല വ്യക്തികൾക്കും, വലിയവനായാലും കൊള്ളാം, ചെറിയവനായാലും കൊള്ളാം, പഠിപ്പുള്ളവനായാലും കൊള്ളാം, ഇല്ലാത്തവനായാലും കൊള്ളാം, നിറത്തിൽ വ്യത്യാസമുള്ളവനായാലും കൊള്ളാം, പദവിക്ക് വ്യത്യാസമുള്ളവനായാലും കൊള്ളാം, പക്ഷേ ഇതൊക്കെ പുറത്താണ്. ദൈവസഭയ്ക്കകത്ത് 48 പലകയ്ക്കും ഒരേ അളവ്, ഒരു വ്യത്യാസവുമില്ല. ഞാൻ ഏതോ ദിവ്യനാണെന്നോ ബമ്പനാണെന്നോ അകത്ത് ധാരണയുണ്ടെങ്കിൽ അപകടമാണ്. സഹോദരം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും ഒരേ അളവ്. മാത്രമല്ല, തമ്പുരാൻ തിരഞ്ഞെടുത്തത് കതിരമരത്തെയാണ്, ആർക്കും ഇഷ്ടം തോന്നാത്ത സൈസുകളെയാണ്. എന്തിനാ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഒരേ അളവിൽ ഇങ്ങനെ മാറ്റിയത്? ആരും ഇതിനകത്ത് ഷൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കേട്ടോന്തോ സ്തോത്രം. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 27 മുതൽ 29 വരെ പെട്ടെന്ന് വായിച്ചേ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. കതിരമരത്തെ തിരഞ്ഞെടുത്തതിന്റെ കാര്യം കേട്ടോ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, അടുത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. കുടുംബവകയും ശ്രേഷ്ഠതയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി തമ്പുരാൻ അതൊന്നും ഇല്ലാത്തതിനെ തിരഞ്ഞെടുത്തു. പിന്നെ ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കതിരമരത്തെ തിരഞ്ഞെടുത്തു. എന്താ കാര്യം? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവസന്നിധിയിൽ ഒരു ജഡവും. എല്ലാവരും കേട്ടോ? ഏതെങ്കിലും വിഷയത്തിൽ കൃപയിൽ വന്നൊരു ദൈവപൈതൽ ഞാൻ അതാണെന്നും അവിടെ നിന്ന് വന്നതാണെന്നും ഞാൻ ഏതോ പുള്ളിയാണെന്നും ഞാനങ്ങ് നിന്നെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നില്ല അവിടെ നിന്നും അഡ്രസ് ഇല്ലാതെ തന്തയില്ലാതെയൊക്കെ വന്ന പാർട്ടിയല്ല എന്നും വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ഓർത്തോണം. സ്തോത്രം. ഒരു ജഡത്തിനും ഇതിനകത്ത് പ്രശംസിക്കുവാൻ അനുവാദമില്ല. വല്ലവരും പ്രശംസിക്കുന്നു എങ്കിൽ കാട്ടിൽ കതിരമരമായി കിടന്ന എന്നെ വെട്ടിയെടുത്ത് ഈ ദൈവത്തിന് വസിക്കുവാനുള്ള തിരുവാസത്തിന് ഒരു പലകയാക്കി തീർക്കുവാൻ എന്നോട് കരുണ കാണിച്ച, എന്നോട് ദയ കാണിച്ച എൻ്റെ ദൈവത്തിൻ്റെതായ ആ കരുണയിലും അവൻ്റെ വിശ്വസ്തയിലും മാത്രമേ എനിക്ക് പ്രശംസിക്കുവാനുള്ളൂ. എനിക്ക് എന്നിൽ പ്രശംസിക്കുവാനല്ല, എന്നെ ഈ കൃപയിൽ കൊണ്ടുവന്ന ഒരു പലകയാക്കിയ, എനിക്ക് ദൈവത്തിന്റെ ആലയമായി തീരുവാൻ ഭാഗ്യം ലഭിച്ച, അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്ത, ഒന്നിനും കൊള്ളാത്ത എന്നെ ഈ കൃപയിൽ കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ അർഹത തന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ എന്ന് അകത്ത് ചിന്തിക്കുന്നവർക്ക് മാത്രം കരങ്ങളെ തട്ടി ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം. ശരിയായി മാനസാന്തരം പ്രാപിച്ച ഒരു ദൈവപൈതലിന് ലോകത്തിലൊന്നും പ്രശംസിക്കുവാനില്ല, പറയുവാനില്ല. അവന് പറയാനുണ്ടെങ്കിൽ ഞാൻ പാപിയായിരുന്നു, യേശു എന്നെ രക്ഷിച്ചു. ഞാൻ സാത്താന്റെ സന്തതിയായിരുന്നു, കൃപയാൽ അവൻ എന്നെ അവന്റെ സന്തതിയാക്കി മാറ്റി. ഞാൻ നരകത്തിന് അവകാശിയായിരുന്നു, കർത്താവ് എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർത്തു. ഓ, എന്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും പോരാ. ശരി, ഇനി ശ്രദ്ധിക്കൂ. അപ്പോൾ പലകയ്ക്ക് എല്ലാം ഒരേ അളവ്. ദൈവസഭയ്ക്കകത്തുള്ള സകല വിശ്വാസികളും ഒന്നാണ്. ഉപദേശങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമില്ല. എല്ലാ പലകയ്ക്കും ഒരേ ഉപദേശം. മനസ്സിലാകുന്നുണ്ടോ? ചിലരൊക്കെ ദൈവസഭയിൽ വന്നാലും അവർക്ക് വേറെ വേറെ ഉപദേശങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. എല്ലാരെയും പോലെ ഒന്നും അവരങ്ങോട്ട് വഴങ്ങത്തില്ല, മെരുങ്ങത്തില്ല. ഇതുവല്ലതും കേട്ടാലും അവർ വിചാരിക്കും ഇത് എനിക്കല്ല, മറ്റവനാണ് കേട്ടാ. ചിലരുടെ മസിൽ പിടിപ്പ് ഇരിപ്പൊക്കെ കണ്ടാൽ അങ്ങനെയാണ്.
ഇത് മറ്റവനാ. പോട്ട് പോട്ട് പോട്ട്. സ്തോത്രം. ദൈവസഭയോട് പരിശുദ്ധാത്മാ പറയുന്നു, ദൈവസഭയ്ക്കകത്തുള്ള സകല പലകകളും തുല്യരാണ്. എല്ലാവർക്കും ഒരേ ഉപദേശം, എല്ലാവർക്കും ഒരേ വചനം, എല്ലാവർക്കും ഒരേ ദൂത്, എല്ലാവർക്കും ഒന്നേ ഒന്ന്, ഓരോരുത്തർക്കും ഓരോന്നല്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും താണു വീണ കാര്യങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ഏറ്റെടുത്തു പോകാം. മനസ്സിലായവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ദൈവമക്കളോട് പ്രത്യേകിച്ച് പറയാം. ദൈവീക കാര്യങ്ങളിലെല്ലാം ഒരു ഉത്സാഹവും ഒരു വിധേയത്വവും ഒരു ആത്മാർത്ഥതയും ചെയ്യാൻ കഴിയുന്നതൊക്കെ കഴിയുന്ന കാലത്ത് ആത്മാർത്ഥതയോടെ ചെയ്യുകയും വേണം. ഞാൻ സൗദിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അവിടെ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. എല്ലാവരും കേട്ടോണേ. അവിടുത്തെ സഹോദരനെ ഇപ്പോൾ ഒരു 48 50 ഇടയ്ക്ക് പ്രായം വരും. പുള്ളിക്ക് ഒരു വശം പ്രവർത്തിക്കത്തില്ല. നെയ്റോ സംബന്ധിച്ച് എന്തോ പ്രോബ്ലമാണ്. ഈ തലയുടെ ഭാഗവും ശരിക്കും വർക്ക് ചെയ്യത്തില്ല. കണ്ണൊക്കെ ഞെട്ടിയും ശരിക്കും കാണത്തില്ല. ഇച്ചിരി കാണും, ശരി വർത്തമാനം പറയാൻ പറ്റത്തില്ല. വലത് കൈക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും ശരിക്കത് വർക്ക് ചെയ്യത്തില്ല. ആ കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോൾ 2 പിള്ളേരുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, പെൺപിള്ളേരാ. ഈ മനുഷ്യൻ എന്തിനാ ഇവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ചോദിച്ച എത്ര വർഷമായി? ഇപ്പോൾ ഇത് 4ാമത്തെ വർഷമാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് നാട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അവരാരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഞാൻ പതുക്കെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഈ മനുഷ്യൻ്റെ ഈ അവസ്ഥയിൽ അവരെ ജോലി ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ആ സഹോദരൻ. പലയിടത്ത് അയച്ച് അയാളെ ചികിത്സിപ്പിച്ചു. പ്രതീക്ഷിച്ച സൗഖ്യമൊന്നും ഉണ്ടായില്ല. വൈഫിന് ജോലിയില്ല, മക്കൾ പഠിക്കുന്നു. കമ്പനിയുടെ തന്നെ നല്ല അക്കോമഡേഷനിൽ അവർ താമസിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ? അത് ആദ്യ ദിവസങ്ങളിൽ അവരെന്നെ വേണ്ടതുപോലെയൊക്കെ ചികിത്സിപ്പിക്കുകയും പണം ചെലവാക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് വിടുതലില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നാട്ടിൽ പൊയ്ക്കോളാന്ന് പറഞ്ഞു. കമ്പനി പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോയി പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒപ്പിടേണ്ട പേപ്പറ് അവര് അവിടുത്തെ ജോലിക്കാരെ കൊടുത്ത് ഇയാളുടെ വീട്ടിൽ കൊണ്ടുവരും. കാരണം കൂടുതൽ സമയം ഇരിക്കാൻ പറ്റത്തില്ല, കൂടുതൽ കിടക്കാനും പറ്റില്ല. ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഇരിക്കണം, കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കണം. അത് ഇരിക്കുന്നതൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ്. കേട്ടോണേ. അപ്പം ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ ചെയ്യുന്നു? സാലറി എല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട്, എക്സ്ട്രായും തരുന്നുണ്ട്. പിള്ളേരെ അവർ തന്നെ പഠിപ്പിക്കുന്നു, പിള്ളേരെ കമ്പനി തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു പോകുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കും, ഇങ്ങനെ ചെയ്യാറുണ്ടോ? കമ്പനി ഇങ്ങനെ ചെയ്യാറുണ്ടോ? പറഞ്ഞ മറുപടി, പാസ്റ്റർ 4 വർഷത്തിന് മുമ്പ് ഞാനിവിടെ 22ാമത്തെ വയസ്സിൽ വന്നതാണ്. എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം ഇതൊന്നും ഞാൻ നോക്കാതെ ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ പഴയ റെക്കോർഡുകൾ, വർക്ക് റെക്കോർഡുകൾ അവർ പരിശോധിച്ചു. അപ്പോൾ അവരെടുത്ത തീരുമാനമാണ് ഈ 4 വർഷമായി എൻ്റെ കുടുംബം അനുഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു ദൂതാണ്. ദൈവത്തെ ശരിക്കും സ്നേഹിക്കാത്ത, ദൈവസേനയിൽ കൃത്യസമയത്ത് വരാത്ത, ദൈവസേനയിൽ വന്നാൽ കൈ ശക്തിയായി തട്ടി ആരാധിക്കാത്ത, വാ പൊളിച്ച് പാടാത്ത, കാര്യം ഉയർത്തി ആരാധിക്കാത്ത, ദൈവത്തിന് കൊടുക്കാത്ത, ദൈവീക കാര്യങ്ങൾക്ക് ചെലവിടാത്ത, സമയം കൊടുക്കാത്ത ജീവിതമേ, നിനക്കൊരു കഷ്ടകാലം വന്നാൽ നീ ഉൾപ്പെടുന്ന കമ്പനിയായ സ്വർഗം നിന്റെ കാര്യം പരിഗണിക്കുമോ? നിനക്ക് ആവതുള്ള കാലത്ത്
നീ എന്ത് ചെയ്യുന്നു എന്ന് കുറിച്ചു വയ്ക്കും. കമ്പനിയിൽ പഴയ റെക്കോർഡ് അവർ എഴുതി വെച്ചിരുന്നത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ഈ കഷ്ടകാലത്ത് അത് പരിഗണിക്കപ്പെടുവാനിടയായത്. പരിശുദ്ധാത്മാവ് ഞാനൊരു ദൂത് പറയുകയാണ്. നിന്റെ ആവലുള്ള കാലത്തുള്ള നിന്റെ പ്രവർത്തന റിപ്പോർട്ട് സ്വർഗം കുറിച്ചു വെച്ചിരിക്കുകയാണ്. 1 ശമൂവേൽ 15-ന്റെ 2-ാമത്തെ വചനം. 1 ശമൂവേൽ 15-ന്റെ 2-ാം വചനം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. നിനക്കെതിരെ മറ്റുള്ളവർ ചെയ്തതും നീ കർത്താവിന് വേണ്ടി ചെയ്തതും എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നീ എന്തൊക്കെ നിനക്ക് ആവതുള്ള കാലത്ത് ചെയ്യുന്നു? കൃത്യസമയത്ത് വരുന്നുവോ? പാപൊളിച്ച് ആരാധിക്കുന്നുവോ? കൈ തട്ടുന്നുണ്ടോ? കഴുകി മുട്ടുമടക്കണം. അപ്പോൾ ചോദിക്കും, എന്താ ഉപദേശമുണ്ടോ? എനിക്ക് ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷം മുട്ടുമടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. കഴിയുന്ന കാലത്ത് മുടക്കിയിട്ടുണ്ട്. മുട്ടുകുത്താമെന്നാ ദൈവവചനം പറയുന്നേ. നീ ദൈവസേന നല്ല മനസ്സോടെ മുട്ടുകുത്തിയാലുണ്ടല്ലോ. ഈ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചു, മുട്ടുകുത്തോളാ വാസേ? തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം 6-ാം വാക്യം വരെ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വരുവിൻ ഞെളിഞ്ഞു നൂന്ന് നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ചവന്റെ മുമ്പിൽ കണ്ണും തുറന്ന് വായി നോക്കിയിരിക്കുക. ആണോ? ആണോ? മുട്ടുകുത്താനുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കഴിയുക മടക്കിക്കോണം. മുട്ട് കുത്തിച്ചിട്ട് നീ കുത്തണ്ട, മനസ്സോടെ കുത്തണം. പിന്നെ ചിലരുണ്ട്, ഇനിയിപ്പോൾ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, മുട്ട് കുത്തിയില്ലേ ഞങ്ങൾക്ക് ദേഷ്യം, ആ മുട്ട് കുത്തി കൊടുക്കാം. അങ്ങനെ കുത്തിയിട്ട് കാര്യമില്ല. നിന്റെ മനസ്സ് ദൈവം നോക്കും. നീ ആവതുള്ള കാലത്ത് ചെയ്യാൻ കഴിയുന്നത് നല്ല മനസ്സോടെ നീ ചെയ്യുന്നു എങ്കിൽ അതെല്ലാം കുറിച്ച് വയ്ക്കും. അതെപ്പോഴും ഉപകാരപ്പെടും. പറ, ഉറക്കെ പറ. നിന്റെ കഷ്ടകാലത്ത് അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ, നീ കഷ്ടകാലത്ത് കിടന്ന് വിളിക്കും. അപ്പൊ ദൈവം തമ്പുരാൻ പഴയ റെക്കോർഡ് എടുത്ത് നോക്കും. ഇവന്റെ നല്ല കാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ വിളിക്കുന്നല്ല, പുള്ളിയുടെ പഴയ കഴിഞ്ഞ കാലം സോക്കേടൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു? സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാത്തപ്പോഴേ, ജോലിയുള്ളപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നോക്കി. അന്ന് എനിക്ക് അവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പിന്നെ വച്ചരെ യവനെ ഇനിയിപ്പോൾ സുഖമാക്കിയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല, കിടന്നു. അതിനേക്കാൾ ഇപ്പോഴെന്നെ അവൻ കൊള്ളാം. ഇപ്പോൾ 10 വിളിയെങ്കിലും വിളിക്കുന്നത്. ഇപ്പൊ ദൈവമക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ കാര്യമായിട്ട് സ്വീകരിക്കുന്ന കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പണ്ടീനൊന്നും അവന് നേരെ അല്ലായിരുന്നു. അതുകൊണ്ട് പണ്ടത്തേക്കാൾ ഇത് തന്നെ കൊള്ളാൻ കിടക്കട്ടെ. എങ്ങനെയുണ്ട്? എന്ത് വേണം? ചിന്തിച്ചോ. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ. ഇനി നമുക്ക് മടങ്ങി വരാം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭയാം ദേവാലയം, തിരുനിവാസം, സുവാർത്ത വരുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ സഭയാണെന്ന് ഞാൻ പറയുന്നില്ല. കേട്ടോന്തോ? സുവാർത്ത ഒരു സംഘടനയാണ്. ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ബട്ട് ആൻ ഓർഗാനിസം. ദൈവസഭ സംഘടനയല്ല. സുവാർത്ത ഒരു കൂട്ടായ്മ, ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ. പക്ഷെ ഇതിനകത്ത് ദൈവത്തിനൊരു സഭയുണ്ട്. ഈ സംഘടനയ്ക്കകത്ത് അംഗമാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൈവൊക്കെ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിലിറങ്ങി സേനപ്പെട്ട് കരയെ കയറി കുലുങ്ങി ഇവിടെ വന്നിരുന്നു കൊടുത്താൽ പേരിവിടെ എഴുതി വെച്ചേക്കും. ഇവിടത്തെ അംഗമായി. പക്ഷേ ദൈവസഭയിൽ അംഗമാകണമെങ്കിൽ കർത്താവ് നിന്റെ പേരെഴുതി അതിനകത്ത് ചേർക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതും കർത്താവ്,
ദൈവസഭയിൽ ആളെ ചേർക്കുന്നതും ഉറക്കെ പറ കർത്താവ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി. അപ്പൊ ദൈവസഭയിൽ ആളെ ചേർക്കുന്ന കർത്താവാണ്. സുവാർത്ത എന്ന കൂട്ടായ്മയിൽ നീ കൂടി വന്ന് ആരാധിക്കുന്നത് നല്ലത് വേണം. പക്ഷേ നീ ദൈവസഭയിൽ ഒരു പലകയായിരുന്നില്ല എങ്കിൽ സ്തോത്രം അവസാനം സ്വർഗത്തിലെത്തുകയില്ല. ശരി, മടങ്ങി വരാം. ദൈവസഭയിൽ സ്തോത്രം തിരുവാസത്തിൽ ആയിരിക്കുന്ന 48 പലകയുണ്ടല്ലോ, അതിലൊരു പലക നീ ആയിരിക്കണമെങ്കിൽ ആ പലകയ്ക്കുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ ദൈവസഭയിലുള്ള ഓരോ മെമ്പറിനും ഓരോ അംഗത്തിനും അതിന്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. എങ്ങനെയുള്ളതായിരിക്കണം ഈ പലകകൾ, എങ്ങനെ നിൽക്കണം? ഓരോ വിശ്വാസിയും ദൈവസഭയ്ക്കകത്ത് എങ്ങനെ നിൽക്കണം? ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, ഈ പലക വെള്ളി ചുവടിൽ നിർത്തണം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 19-ാമത്തെ വചനം പെടുന്നു. 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും. ശരി. മറ്റൊരു പലകയുടെ അടിയിൽ ഇനിയെല്ലാം വായിക്കുന്നില്ല, ശ്രദ്ധിക്കൂ. ഒരു പലക, അതിന് 2 വെള്ളിച്ചുവട്. ഈ വെള്ളിച്ചുവടിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പലക വെള്ളിച്ചുവടിൽ നിൽക്കണം. എന്താ ഇതിന്റെ അർത്ഥം? ദൈവസഭയിലെ ഓരോ വിശ്വാസിയും നിൽക്കുന്നത് വീണ്ടെടുപ്പിന്റെ പുറത്താണ്. വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ പലക. മാത്രമല്ല സ്തോത്രം, വീണ്ടെടുപ്പിൻ മീതെയാണ്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. വീണ്ടെടുപ്പിന്റെ മീതെ നിൽക്കണം. ശ്രദ്ധിക്കൂ, പഴയ നിയമത്തിലെ ഇസ്രായേല് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കണമായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട വീണ്ടെടുപ്പിന്റെ വില എത്രയായിരുന്നു? ആർക്ക് പറയാം? ഓരോ ഇസ്രായേലും ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കണമായിരുന്നു. എന്തുവായിരുന്നു? എത്രയായിരുന്നു വീണ്ടെടുപ്പിന്റെ വില? ആ സമയമില്ല, വായിക്കൂ. പുറപ്പാട് 30:13. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സിന് മേലോട്ടുള്ളവരെയാണ് എണ്ണേണ്ടത്. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ വെള്ളിയാണ് വീണ്ടെടുപ്പിന്റെ വില. ആർക്കാ കൊടുക്കേണ്ടത്? ദൈവത്തിന്. നഷ്ടപ്പെട്ടത് മനുഷ്യൻ ദൈവത്തിൽ നിന്നാണ്. അപ്പൊ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കേണ്ടതും ദൈവത്തിനാണ്. അവർ കൊടുത്തു. അങ്ങനെയാണ് അവർ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടത്. എന്നാൽ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില വളരെ വലുതാണ്. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 49:7 മുതൽ 9 വരെ വേഗം വായിക്കാം. സങ്കീർത്തനം 49:7 മുതൽ 9 വരെ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ? ദൈവത്തിനാണ് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത്. ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടതിനോ ആർക്കും കഴിയില്ല. അടുത്ത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. അടുത്ത്, അതൊരു നാളും സാധിക്കുകയില്ല. അതൊരു നാളും അത്ര വിലയേറിയതാണ്. ഒരു മനുഷ്യന്റെ പ്രാണന്റെ വില, ആത്മാവിന്റെ വില ഭൂലോകത്തേക്കാൾ വലുത്. ആർക്കും ഈ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാൻ പറ്റത്തില്ല. ചുരുക്കി പറയട്ടെ, ആ വില നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു. 1 പത്രോസ് 1:18-19 വായിക്കുമ്പോൾ, ഭർത്താവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ബാക്കി പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവകൃപയിലുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്ത് അവന്റെ ഓമനപുത്രനായ യേശു നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വില നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കുവാൻ അവന്റെ ജീവനെ കൊടുക്കേണ്ടി വന്നു. അവന്റെ രക്തം അതിന് മറുവിലയായി നൽകേണ്ടി വന്നു. യേശുവിന്റെ രക്തം കൊടുത്ത്
യേശുവിന്റെ ജീവൻ കൊടുത്താണ് എന്നെ വീണ്ടെടുത്തു എന്ന് അകത്ത് ബോധ്യമുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറ. ദൈവമക്കളെ, ഈ മർമ്മം നമ്മൾ ഗ്രഹിക്കുമ്പോൾ എങ്ങനെ വീണ്ടെടുത്തവനെ സ്തുതിക്കാതിരിക്കും? പലരും പറഞ്ഞ് സ്തുതിപ്പിക്കണോ? പലരും പറഞ്ഞ് കൈ തട്ടിക്കണോ? സ്തോത്രം, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കൂ, ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് 2 ചുവടിന്മേലാണ് ഈ പലക ഉറപ്പിച്ചിരിക്കുന്നത്. 2 ചുവടിന്മേൽ. അത് വെള്ളിച്ചുവടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, അത് വീണ്ടെടുത്ത യേശുവിൽ തന്നെ വേരൂന്നണം. അവൻ പറഞ്ഞ വചനത്തിൽ തന്നെ അടിസ്ഥാനപ്പെടണം. എങ്കിലേ പലകയ്ക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. വൈകാം. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം, 1 കൊരിന്ത്യർ 3-11 വാക്യം, മത്തായി 7-24 വിശദീകരണമുണ്ട്. വായിച്ചു. അവനിൽ വേരൂന്നിയും യേശു ക്രിസ്തുവിൽ വേരൂന്നി. ശ്രദ്ധിക്കൂ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ ദൈവസഭയിൽ നിൽക്കേണ്ടത് പാസ്റ്ററെ ആശ്രയിച്ചോ വേണം, ഒരു പരിധി വരെ മറ്റടുത്തിരിക്കുന്നവരെ ആശ്രയിച്ചോ ഒന്നും ആകരുത്. നീ വേരൂന്നി അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് വീണ്ടെടുത്ത യേശുവിലാണ്. വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. അപ്പോൾ യേശുവിൽ വേരൂന്നണം. പോരാ, ഇനി മറ്റേത് 2 ചുവടാണ്. മറ്റേത് സ്തോത്രം 1 കൊരിന്ത്യർ 3-11. 1 കൊരിന്ത്യർ 3-11. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. അതെന്താ അടിസ്ഥാനം? വചനമാണ്. ദൈവത്തിന്റെ വചനം. മത്തായി 7-24 വായിക്കുമ്പോൾ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അപ്പോൾ യേശു പറഞ്ഞ വചനം, ഇതിൽ അടിസ്ഥാനം ഇട്ട് വേണം ഈ പലക നിൽക്കേണ്ടത്. മനുഷ്യരിലോ സംഘടനകളിലോ സഭകളിലോ ടിവിയിൽ പ്രസംഗിക്കുന്നവരിലോ പ്രയർ ടവറുകളിലോ ക്രൂസൈഡ് നേതാക്കന്മാരിലോ നീ അടിസ്ഥാനപ്പെട്ട് നിൽക്കരുത്. യേശു ക്രിസ്തുവിലും തന്റെ വചനത്തിലും നീ അടിസ്ഥാനപ്പെട്ടിരിക്കണം. കാര്യം ഗൗരവമായി എത്ര പേര് മനസ്സിലാക്കി? അതുപോലെ നീ ശരിയായ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നീ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മ ശ്രദ്ധിച്ച് കേൾക്കണം. കൂട്ടായ്മ ദൈവവചനത്തിന്റെ ഫുൾ ഗോസ്പൽ പഠിപ്പിക്കുന്നു എങ്കിൽ അതനുസരിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, നീ ഏറ്റെടുക്കുന്ന വചനത്തെ സാക്ഷിക്കുവാനും പുറത്ത് പ്രസംഗിക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ഈ വചനപ്രകാരം ജീവിക്കുവാനും ആരാധിക്കുവാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ നീ നിൽക്കുന്ന കൂട്ടായ്മ നല്ലതാണ്. നീ ചാടി ചാടി നടക്കണ്ട. രൂത്തിന്റെ പുസ്തകം 2:8, 22 വേഗം ഒന്ന് വായിക്കും. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെരുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇങ്ങനെ ചാടി ചാടി നടക്കേണ്ട മക്കളെ. എല്ലാവരും കേട്ട? ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു ആ വയലിൽ ഭയങ്കര ചാപ്പാടാണെന്ന്. ചിലർക്ക് ഈ വയൽ മാറുന്ന ഒരു സുഖമാണ്. ചിലർ അവർ മാറുകയല്ല, മറ്റുള്ളവരെ സുഖമായിട്ട് നിൽക്കാൻ സമ്മതിക്കില്ല. വയൽ മാറണ്ട. വയൽ മാറുന്നതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാനൊന്നും പറ്റത്തില്ല. ഈയിടയ്ക്ക് ഒരാളിനോട് ചോദിച്ചു, പക്ഷേ ഏറ്റവും നല്ല സഭ ഏതാണ്? ഞാൻ പറഞ്ഞു ദൈവസഭ. അതേത് സഭയാണ്? അത് കാണുന്നതല്ല. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ദൈവസഭ കാണാൻ പറ്റിയതാണോ? ഇല്ല. സുഹൃത്തേ, ഇവിടത്തെ എല്ലാ കൂട്ടായ്മയിലും കള്ളന്മാരുണ്ട്. ചീത്ത വിളിക്കുന്നവരുണ്ട്, വഴക്കാളികളുണ്ട്, പ്രശ്നക്കാരുണ്ട്, നുണ പറയുന്നവരുണ്ട്, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്ത പാർട്ടികളുണ്ട്, മുങ്ങി കിടക്കുന്നവരുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ഒരൊറ്റ അശുദ്ധനുമില്ല.
ദൈവസഭ പരിശുദ്ധമാണ്. ദൈവസഭയ്ക്കകത്ത് ഒരു കൊള്ളരാത്തവനുമില്ല, കൊള്ളാകുന്നവർ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏത് കൂട്ടത്തിലും സംഘടനകളിലും എല്ലാ ടൈപ്പും കാണും. പക്ഷെ ഇതിനകത്തൊരു ദൈവസഭയുണ്ട്. പിന്നെ ചിലർ ചോദിക്കും ഏറ്റവും നല്ല കൂട്ടായ്മ ഏതാണ്? ഈ അടുത്ത സമയത്ത് ഒരു കൂട്ടായ്മയെ കുറിച്ച് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഹോളി ഗവല്ലി ചർച്ച്. ഹോളി ചർച്ച് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഹെവൻലി ചർച്ചും കേട്ടിട്ടുണ്ട്. ഹോളി ഗവല്ലി എന്ന് വെച്ചാൽ അപ്പൊ സ്വർഗത്തിലും വിശുദ്ധി ഇല്ലെന്നാണോ എൻ്റെ അർത്ഥം? എന്ന് വെച്ചാൽ പേര് കൊണ്ടങ്ങ് വിശുദ്ധമാക്കുകയാണ്. ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന ഈ സംഘടനകളൊക്കെ ഇത് ദൈവസഭയല്ല. ദൈവസഭ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒന്നാണ്. അത് ആത്മീയമാണ്, അത് വിശുദ്ധമാണ്, അത് ജീവസ്വത്ത് പേരുള്ളവർ മാത്രമേ അതിനകത്തുള്ളൂ, വിശുദ്ധന്മാർ മാത്രമേ അതിനകത്തുള്ളൂ. ഒറ്റ ഗുണപ്പെടാത്തവരും അതിനകത്തില്ല. ആമേൻ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, പാസ്റ്റർ പിന്നെ ഈ ലോകത്തിൽ ഇത്രയും കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ എന്തിനാ ഉണ്ടായത്? അതൊക്കെ ഉണ്ടാകണം, അത് ആവശ്യമാണ് കേട്ടോ. എങ്കിലേ ദൈവത്തിൻ്റെ വേല നടക്കും. ഇങ്ങോട്ട് നോക്ക്, ഈ ബിൽഡിങ് പണിയുന്ന സമയത്ത് അനവധി ബോർഡുകൾ ഇവിടെ വെച്ചു. ഇത് ഡിസൈൻ ചെയ്ത കമ്പനിയുടെ ബോർഡ് വെച്ചു, ഇത് പണി ചെയ്ത കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത അവരുടെ ബോർഡ് വെച്ചു, സ്ട്രക്ചറൽ പരിപാടി അവരുടെ ബോർഡ് വെച്ചു, കൊത്തമേശ്ശേരി ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിന്റെ ബോർഡ് വെച്ചു, പ്ലംബർ ഗ്രൂപ്പിന്റെ ബോർഡ് വെച്ചു, ഇലക്ട്രിഫിക്കേഷന്റെ ബോർഡ് വെച്ചു, ആശാരി ഗ്രൂപ്പിന്റെ ബോർഡ് വെച്ചു, പെയിന്റിംഗ് ഗ്രൂപ്പിന്റെ ബോർഡ് വെച്ചു. എല്ലാ ബോർഡുകളും കൂടെ നിരന്നിരുന്ന് കറങ്ങി. ഏതുവരെ ഈ ബോർഡ് ഉണ്ടായിരുന്നു? പണി ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് മുമ്പ് സകല ബോർഡുകളും എടുത്തു മാറ്റി, അല്ലെങ്കിൽ എടുപ്പിച്ച് മാറ്റും. ഇതിന്റെ പണിക്ക് എല്ലാ ബോർഡും അവിടെ പണി കഴിഞ്ഞു, ബോർഡ് കൊടുത്തോണ്ട് അവർ പോയി, അല്ലെങ്കിൽ എടുപ്പിച്ചു മാറ്റും. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വഴിയാതുള്ളൂ. ദൈവസഭ ഇവിടെ നിന്ന് പോകുന്നത് വരെ, പണി പൂർത്തിയാകുന്നത് വരെ ഇതൊക്കെ ഉള്ളൂ. ദൈവസഭയുടെ പണിയുടെ പൂർത്തീകരണത്തിന് ഇതെല്ലാം വേണം. ഇവിടെ കാര്യം മനസ്സിലാക്കിയവരെ അല്ലെങ്കിലും പറ. ഉറങ്ങിയിരിക്കുന്നവരെ തട്ടി ഉണർത്തിയവരെ അല്ലെങ്കിലും പറഞ്ഞേ. നാട്ടുകാരുടെ ഒരു പരാതിയാണ്, ഈ പെന്തിക്കോസുകാർ യോഗം നടത്തിയ നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ അവർ വന്നെങ്കിൽ ഇവിടെ ഇരുന്നുറങ്ങുന്നവരെ കാണിച്ചു കൊടുക്കായിരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമന്നിരുന്ന് ഉറങ്ങിയാൽ ബോസ് വന്നിട്ട് എന്തോ ചെയ്യും? ഒരു പ്രൊമോഷൻ കൂടെ തരുമായിരിക്കും അല്ലേ? ഇതിനകത്ത് ബോസ് നടക്കുന്നുണ്ട്, അറിയാമല്ലോ. ആരാ ബോസ്? ആണോ? ആ, ഇവിടെ എന്തൊക്കെ ചെയ്യുന്നെന്നും നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെ പോകുന്നെന്നും എല്ലാം വീഡിയോ എടുത്ത് എല്ലാം കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധത്തിൽ വേണം ഇതിനകത്തിരിക്കാൻ കേട്ടാ. ഇരുന്നിട്ട് ഒട്ടും ശരിയാകുന്നില്ലേ? എഴുന്നേറ്റുന്നില്ലേ? തിരിച്ചു പോകുമ്പോൾ എന്നെ വല്ലതുമൊക്കെ പറഞ്ഞിട്ട് പോകുമായിരിക്കും. നിങ്ങൾ വല്ലതും പറയണം, അതാണ് എനിക്കിഷ്ടം. സ്തോത്രം. ഒരു ദിവസമേ ദൈവത്തെ സേവിച്ചുള്ളൂ എങ്കിലും നേരെ ദൈവത്തെ സേവിക്കണം. ഒറ്റ ആരാധനയ്ക്ക് പങ്കെടുത്തിട്ട് മരിക്കേണ്ടി വന്നാലും ചൊവ്വേ പങ്കെടുത്തിട്ട് മരിച്ചു. ആ വെള്ളിച്ചുവടിന്മേൽ നിൽക്കണം. 2, പലയ്ക്കുള്ള ഉത്തരവാദിത്വം, ചുമതല അവന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന, അവന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ചുമതല ഈ പലകകൾ, സ്തോത്രം, നെവരെ നിൽക്കണം. പലകകൾ എങ്ങനെ നിൽക്കണം? നെവരെ നിൽക്കണം, നേരെ നിൽക്കണം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ
15-ാമത്തെ വചനം. തിരുനിവാസത്തിന് ഗദിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. എങ്ങനെ പലക എങ്ങനെ നിൽക്കണം? 10 അടി ഉയരം, 1.5 അടി വീതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നേരെ നിൽക്കണം. അല്ലെങ്കിൽ കേട്ടോ, നേരെ നിൽക്കണം. ചാഞ്ഞ് നിൽക്കരുത്, ചരിഞ്ഞ് നിൽക്കരുത്, കറങ്ങിയൊന്നും നിൽക്കരുത്. നിൽക്കണമെങ്കിൽ നേരെ നിൽക്കണം. സ്തോത്രം. നിവർന്ന് നിൽക്കണം. യെസക്കേൽ 2:1. യെസക്കേൽ 2:1. പെട്ടെന്ന് സമയം പോയി. അവൻ എന്നോട്, മനുഷ്യപുത്ര നിവർന്നു നിൽക്കാം. അത്രേ ഉള്ളൂ. വിശ്വാസിയെ, പലകെ ചോല നേരെയതല്ലേ? ഉപദേശത്തിന് വേണ്ടി നേരെയതല്ലേ? ഭജനത്തിന് വേണ്ടി നേരെയതല്ലേ? സത്യത്തിന് വേണ്ടി നേരെയതല്ലേ? ചാഞ്ഞും ചരിഞ്ഞും കരങ്ങിയും എങ്ങനെ നിൽക്കാതെ നേരെയതല്ലേ? നേരെ നിൽക്കണം, നിവരെ നിൽക്കണം, ഭജനത്തിന് വേണ്ടി നിൽക്കണം. യെശയ്യാവിന്റെ പ്രവചനം 40:4. യെശയ്യാവ് 40:4. എല്ലാ വഴിയും എല്ലാ താഴ്വരയും നികന്നും. ഒന്നൊന്നായിട്ട് വായിക്കണം. എല്ലാ താഴ്വരയും. പലകളെ താഴ്വര എന്ന് പറയുന്നത് രഹസ്യ പാപങ്ങളാണ്. രഹസ്യ പാപങ്ങളും ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടേക്കണം കേട്ടാ. താഴ്വരകളെല്ലാം നികരണം, നേരെ നീക്കണം. രഹസ്യങ്ങളെല്ലാം വിട്, രഹസ്യ പാപം വിട്. അടുത്ത എല്ലാ മലയും കുന്നും താണും വരയണം. എല്ലാം മുഴച്ചു നിൽക്കുന്ന മലയും കുന്നും. നിന്റെ അഹങ്കാരം, ഹെഡ് വെയിറ്റ്, അത് താഴണം. രഹസ്യ പാപം വിടണം. നിന്റെ അഹങ്കാരവും ഹെഡ് വെയിറ്റും അത് വിടണം. അടുത്ത വളഞ്ഞത് ചൊവ്വായി. വളഞ്ഞത് വക്രബുദ്ധി, 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 അത് വിടണം. പിന്നെ ദുർഘടങ്ങൾ സമമായും തീരണം. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്. ഈ നേരെ നിർത്തിയെടുത്ത് നിന്നാലുണ്ടല്ലോ ആർക്കും ശല്യമില്ല. ചില വണ്ടിയിൽ കയറിയ 3 സീറ്റ് കാണും. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവന്മാർ വന്ന് ഇങ്ങോട്ട് വീഴുന്ന് ഉറങ്ങി വീണ് ഇങ്ങനെ നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല. അടുത്ത പലകയെ ശല്യപ്പെടുത്തരുത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. നേരെ നിന്ന ഉപകാരമായിരിക്കും, ആർക്കും ശല്യം ഉണ്ടാക്കാതെ. പറഞ്ഞത് കേട്ടോ? നിന്നെ കൊണ്ട് മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. കഴിയെങ്കിൽ സഹായമാകാവും. നീ ഒരു ശല്യമാകരുതെന്ന്. നേരെ നില്ല. അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ് കയറി മുഴച്ച്, പിന്നെ ചിലപ്പോൾ അങ്ങ് കയറി അങ്ങ് ചുരുങ്ങി. മനസ്സിലായോ? എന്തോ കറക്റ്റായിട്ടൊന്നില്ല, സ്റ്റഡി ആയിട്ടൊന്നില്ല. മനസ്സിലായവർക്കൊരല്ലേ പറയാം. കർത്താവിന് വേണ്ടി തൻ്റെ ഇടത്തോടുകൂടെ നേരെ നിൽക്കണം. ഭജനത്തിന് വേണ്ടി നേരെ നിൽക്കണം. വിശുദ്ധിക്ക് വേണ്ടി നേരെ നിൽക്കണം. ചിലർക്ക് ഇതിനൊന്നും നേരെ നിൽക്കാൻ താല്പര്യമില്ല. വളവും തിരിവും വേലയും വേലത്തരങ്ങളും. എന്നിട്ട് കാര്യമൊക്കെ അറിയാം. ആ വചനവും അറിയാം, ഈ വചനവും അറിയാം, എല്ലാ വചനവും അറിയാം. നിന്റെ കയ്യിലിരിപ്പ് എങ്ങനെയുണ്ട്? സ്വതന്ത്രം. ചിലരുടെ കയ്യിൽ പിന്നെ ഭയങ്കര വളവും പോവുമാണ്. പലകകൾ നേരെ നിൽക്കണം. യേശുവിന് വേണ്ടി നീ നേരെ നിൽക്കണം. വചനത്തിന് വേണ്ടി നീ നേരെ നിൽക്കണം. സത്യത്തിന് വേണ്ടി നീ നേരെ നിൽക്കണം. ചിലരുണ്ട് ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴേ അവരുടെ ജീവിതത്തെ തൊടുന്ന വല്ല പ്രസംഗവും കേട്ടാൽ ഇവരെ കുണപ്പെടില്ല. പകരം വെളിയിലിറങ്ങി ആളുകളെല്ലാം കൂട്ടുപിടിക്കുക. ചിലർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൂട്ടുപിടിക്കും. ഇതെനിക്കിട്ട് വയ്ക്കുന്ന വേലയാണ്. അയാൾ കണ്ടില്ലേ കയറിയെന്നോട് പറയുന്നത്. നേരെ നിൽക്കാൻ മനസ്സില്ലാത്ത ഒരുപാട് വിളച്ചിൽ കാണിക്കും. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യും. ദൈവസഭയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കും. പക്ഷേ കഴിയുമെങ്കിൽ നീ നേരെ നിൽക്കണം. ആരെയും ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയിലേക്ക് കയറിയിരുന്ന ചിലർ അവർക്ക് ഒരു സീറ്റ് പോരാ. അവരങ്ങോട്ട് വീഴുന്നു, ഇങ്ങോട്ട് വീഴുന്നു. സ്വോത്രം. അടുത്തിരിക്കുന്നവർ ഒന്നും സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. ആ ഗതികേട് ഈ പലകൾ ചെയ്യരുത്.
കഴിയുമെങ്കിൽ താങ്ങുകയല്ലാതെ ആരെയും തളർത്തിക്കളയരുത്. കാര്യം മനസ്സിലായവർ അല്ലെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, വചനം സത്യമാണോ, ആ വചനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും നീ തയ്യാറാകണം. ജീവനേക്കാൾ കൂടുതൽ നീ വചനത്തെ, യേശുവിനെ സ്നേഹിക്കണം. സത്യമാണോ, സത്യത്തിന് വേണ്ടി നീ മരിക്കാൻ തയ്യാറാകണം. നേരെ നിൽക്കണം, ചങ്കൂറ്റത്തോടെ നിൽക്കണം, സത്യസന്ധമായി നിലകൊള്ളണം. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എസെക്കിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 2-ാം വചനം, 3-ാം അധ്യായം 24-ാം വചനം, 37-ാം അധ്യായം 10-ാം വചനം വായിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. നമുക്ക് ഇരിക്കുന്ന ആത്മാവ് ഏതാണ്? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനല്ല. ചിലർക്ക് ദോഹയിൽ വെച്ചും പേർഷ്യയിൽ വെച്ചും ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര പെന്തിക്കോസാണ്, ഭയങ്കര ഇതാണ്. നാട്ടിൽ ചെല്ലുമ്പം പഴയതാണ്. അതെന്താ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഏത് കൂട്ടായ്മയിൽ പോയി? അധികം ഒരിടവും പോയില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, അപ്പനും അമ്മയും പോകുന്നിടത്ത് പുള്ളിയെ വിളിച്ച് പുള്ളിക്ക് പോകാൻ ഒരു മടി. സ്വോത്രം. പിന്നെ പെന്തിക്കോസിൽ പോയാൽ നാട്ടുകാരും അറിയാം, ആകെ കുഴപ്പം. അതുകൊണ്ട് പിന്നെ പുള്ളി ഒരിടവും പോയില്ല. ചിലർ ഈ വിദേശത്തൊക്കെ വരുമ്പോൾ ഭയങ്കര പെന്തിക്കോസാ, നാട്ടിൽ പോകുമ്പോൾ പഴയത് തന്നെ. എല്ലാവരും കേട്ടല്ലേ? ഏതാണെന്ന് വെച്ചാൽ അത് ഏത് ശരിയെന്ന് തോന്നുന്നു, അതിന് വേണ്ടി നേരെയൊന്നുമില്ലേ. പഴയതാണ് ശരിയെങ്കിൽ പഴയതൊരു നേരെയൊന്നുമില്ലേ. ഇതാണ് ശരിയെങ്കിൽ ഇതിനു വേണ്ടി നേരെയൊന്നുമില്ലേ. സൗകര്യം പോലെ എന്തിനാ ജീവിക്കുന്നേ? സ്തോത്രം. ചിലർക്ക് പ്രാർത്ഥിക്കാനും പിള്ളേർക്ക് നന്മ വരാനും കല്യാണം നടക്കാനും വരെ പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കണം. കല്യാണം നടത്താൻ വേറെ ആളുണ്ട് കേട്ടാ. അതിനവരാരും കൊള്ളൂല്ല, അതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മുടെ ആളൊക്കെ പ്രാർത്ഥിക്കാനും കാര്യമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി വരെ മാത്രമേ നമ്മൾ കൊള്ളാവൂ. നടത്തി കൊടുക്കാൻ വേറെ നല്ല ആളുകളൊക്കെ ഉണ്ട്. ചിലർക്ക് വീട് വയ്ക്കാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഭയങ്കര പ്രാർത്ഥനയാണ്. പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന വേണം. സോദരം. പക്ഷെ പ്രതിഷ്ഠിക്കാൻ നേരത്തിന് വേറെ ആളുണ്ട് കേട്ടാ. അതിന് നിങ്ങൾ വരണ്ട, റിസപ്ഷനായിട്ട് വന്നാൽ മതി. മനസ്സിലാകുന്ന വല്ലതും? ഇത് സത്യമാണോ? നേരെയെന്നില്ലേ? സത്യത്തിന് വേണ്ടി നേരെയെന്നില്ലേ? നമുക്കിപ്പോഴും ഇങ്ങോട്ട് വല്ലതും കിട്ടണം. കർത്താവേ തരണേ, ആ ദിവസം ഞാൻ ഇരിക്കുകയാണ്, നിരാഹാരമാണ്, വല്ലതും തരണം. യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ? ചങ്കൂറ്റത്തോടെ നിൽക്കാൻ തയ്യാറുണ്ടോ? ഇവിടുത്തെ കഷ്ടപ്പാട് 70 ഏറെ ആയാൽ 80, രണ്ടും കൂടെ കൂട്ടിക്കോ 150, അതിൽ കൂടുതൽ കഷ്ടപ്പാട് ഇവിടെ ഇല്ല. ഇത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. പോവോ? നിവർന്ന് നിൽക്ക്. 1 കൊരിന്ത്യർ 16-13-ാം വചനം. ഉണർന്നിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ. വായിച്ചത് കേട്ടോ? എന്തോ വേണം? പുരുഷത്വം. ഈ ദൈവസഭയ്ക്കകത്ത് പെണ്ണുങ്ങളെ വേണ്ട കേട്ടാ. പുരുഷത്വമുള്ള ആണിനെയും പെണ്ണിനെയും മതി. നേരെ നിൽക്കുന്നവർക്ക് പ്രശ്നമുള്ളൂ കേട്ടാ. ചാഞ്ഞും ചരിഞ്ഞും ആടി നിങ്ങൾ പറയണതും ശരിയല്ല, ഇതും ശരി തന്നെ, അതും ശരി തന്നെ, എല്ലാം ശരി തന്നെ കേട്ടാ. ഒരു കുഴപ്പമില്ല. ശരി ഒന്നേ ഉള്ളൂ. ഞാൻ ആ ശരിയുടെ കൂട്ടത്തിലാണ്. വചനത്തിലുണ്ടോ? അത് ശരി. വചനത്തിലില്ലയോ? ഞാനില്ല. അതാണ് പുരുഷത്വം. ഒരു ദിവസം ജീവിച്ചാലും പുരുഷനായി ജീവിച്ച് മരിക്കണം. സഹോദരി, ഒറ്റ ദിവസം ജീവിച്ചാലും പുരുഷത്വമുള്ള സ്ത്രീയായി ജീവിക്കണം. പിന്നെ പഠിച്ചോട്ടെ. തലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വളഞ്ഞും തിരിഞ്ഞും ഇവിടെ 80 വർഷം ജീവിച്ച് അവസാനം നരകത്തിൽ പോകുന്നതിനേക്കാൾ തല പോണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ച് പുരുഷത്വമുള്ളവനായി ഒരു ദിവസം ജീവിച്ച് ഇവിടെ തല പോയാൽ തലയുള്ളവനായി നിത്യതയിലിരിക്കാം. മിസ്രൈമില് എത്ര പെൺപിള്ളാരെ നദിയിലെറിയാൻ രാജാവ് കൽപ്പിച്ചു?
പെമ്പിള്ളേരെ എറിയാൻ കൽപ്പിച്ചോ? ആരെ എറിഞ്ഞാൽ മതി? നമ്മൾ ആണിനോടേ ഉള്ളു പോരാട്ടം. ഈ വളഞ്ഞും തിരിഞ്ഞും ചൗര്യം പോലെ നടക്കുന്ന, മീശയും വെച്ച് നടക്കുന്ന ഈ പുരുഷത്വം ഇല്ലാത്ത സ്ത്രീകളോട് ഒരു താല്പര്യമില്ല ദൈവസഭയ്ക്ക്. മനസ്സിലായോ സഹോദരി? ആണിനോടാണ് പോരാട്ടം. ദൈവസഭയ്ക്ക് വേണ്ടത് ആണുകയാണ്. വിശ്വാസത്തിനും വിശുദ്ധിക്കും വചനത്തിനും വേണ്ടി നിൽക്കുവാൻ ആണത്വമില്ലാത്ത, പുരുഷത്വമില്ലാത്ത, നെവരെ നിൽക്കാൻ മനസ്സില്ലാത്ത പലകേ നിന്നോട് ദൈവത്തിനൊരു താല്പര്യമില്ല. പോരാട്ടം ആണിനോടേ ഉള്ളൂ, പുരുഷത്വമുള്ളവനോടേ ഉള്ളൂ. കാര്യം മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. അടുത്ത് ഈ പലകയുടെ ഉത്തരവാദിത്വം എങ്ങനെയായി പലക നിൽക്കണം? പലക ചേർന്നിരിക്കണം. ഇതെനിക്ക് പ്രസംഗിക്കാൻ 1.5 മണിക്കൂറെങ്കിലും വേണം, പക്ഷേ സമയമില്ല. ദൈവം ഇത്തിരി വചനം തന്നിട്ടുണ്ട്. സൂത്രം പുറപ്പാട് ദിവസവും 26-ാം അധ്യായം 17-ാമത്തെ വചനം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. എല്ലാം അങ്ങോട്ട് നോക്ക്. പലകകൾ ചേർന്നിരിക്കണം. ഇങ്ങോട്ട് നോക്ക്, ചേർന്നിരിക്കണം. 48 പലകയും ചേർന്നിരിക്കണം. ഒന്നിനോടൊന്ന് ചേർന്നിരിക്കണം. ഇഷ്ടമുള്ളതിനോടല്ല. ഇങ്ങോട്ട് നോക്ക്, ഒരു പലക ഇവിടെ വച്ച് ഇവിടെ ഇരിക്കുന്ന പലകയോട് ഭയങ്കര ഇഷ്ടമായി ആക്ക്. ഇവിടെ ഒന്ന് ചേരാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന പലകയോട് തന്നെ ചേർന്നിരിക്കണം. മനസ്സിലായോ? സോദരം, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുവാൻ കുടുംബമുണ്ട്. കുറഞ്ഞപക്ഷം സ്നേഹവും ഐക്യതയും ഈ 2 കുടുംബയും കൊണ്ട് ഇത് ബന്ധിക്കപ്പെടണം. ചേർന്നിരിക്കണം. ഇങ്ങോട്ട് നോക്ക്, ചേർന്നിരിക്കണം. സോദരം, ദൈവമക്കൾ ദൈവസഭയിൽ സ്നേഹവും ഐക്യതയും ഉള്ളവരായിരിക്കണം. ശക്തമായ ഒരു ഹല്ലേലൂയ പറയാം. യേശു പറഞ്ഞു, യോഹന്നാൻ 13:34, സ്നേഹവും ഐക്യതയും ഉള്ളവരായിരിക്കണം. പെട്ടെന്ന് വായിക്കൂ, സമയം പോയി. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. ന്യായപ്രമാണത്തിൽ 613 കൽപ്പനയുണ്ട്. പ്രധാന കൽപ്പന 2ആണ്. യേശു ജീവിച്ചിരുന്ന പ്രധാന കൽപ്പന 10ആണ്. യേശു ജീവിച്ചിരുന്നപ്പോൾ അതിനെ 2ആക്കി. യേശു പോകാൻ സമയത്ത് 1ആക്കി. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2. മറ്റൊരാള് എഫേസ്യർ 4:1-2-3. പെട്ടെന്ന് വായിക്കണം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. എന്തോ ഇപ്പൊ വായിച്ചെന്തോ എല്ലാവരും ഉറക്കെ ഏക മനസ്സുള്ളവരായി. അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന 300 ശരീരങ്ങൾ എങ്ങനെ ഒരു ഹൃദയം ഒരു മനസ്സുമാകുന്നേ? ഭാര്യയും ഭർത്താവും പോലും 2 എണ്ണം തന്നെ. ഇപ്പോഴും ഒന്നാണെന്നാ പണ്ട് കല്യാണ സമയത്ത് പറഞ്ഞത്. പക്ഷേ പുള്ളി ഇതുവരെയും ഒന്നായിട്ടില്ല. 2 പേരും 2 തന്നെ. 2 ശരീരം ഒരു മനസ്സ്. 300 ശരീരം ഒരു ഹൃദയം ഒരു മനസ്സ്. വലിയ പാട് തന്നെ കേട്ടാ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? സ്തോത്രം. മനസ്സിലായി ഒരു ഹല്ലേലൂയ. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ. ബാക്കി പെട്ടെന്ന്. ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യം എത്തിപ്പെട്ട്. എത്ര സ്നേഹം കൂടണം? പലർക്കും പല സൈസ് സ്നേഹമാണ്. വേണ്ടാത്ത സ്നേഹം എല്ലാം വിട്ടേക്കണേ. പൈസ കടയ്ക്ക് വാങ്ങിക്കാനുള്ള സ്നേഹം വിട്ടേക്കണം. രാത്രി ചിലരെയൊക്കെ വിളിച്ച് ഹലോ എന്ന് പറഞ്ഞ് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന വേണ്ടാത്ത സ്നേഹങ്ങൾ വിട്ടേക്കണം. നിന്റെ മൊബൈൽ വഴി പോകുന്ന മെസ്സേജൊക്കെ ഒന്ന് പരിശോധിച്ചോണേ. അത് ഏത് റൂട്ടാ?
ചിലരൊക്കെ കാണാതെ കേൾക്കാതെ വിടുന്നതും കേൾക്കുന്നതും പറയുന്നതുമായ എല്ലാവരും കേട്ടോന്നോ? കേട്ടോ? ഒന്ന് പരിശോധിക്കണേ. വേണ്ടാതെ കേട്ടെ. സ്തോത്രം. ഏക സ്നേഹം യേശു പറഞ്ഞത് വചനാടിസ്ഥാനത്തിലുള്ള ആത്മാവിന്റെ അതേ സ്നേഹം. അടുത്ത് ഐക്യമത്യപ്പെട്ട് എന്തോ ചെയ്യണം? പറ്റൂല്ലയോ? ശരിയാവൂല്ലയോ? ശരിയായില്ലെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ തിരുനിവാസം കൊണ്ടുപോകാനാണ് യേശു വരുന്നേ. അപ്പൊ പല വ്യവസ്ഥ പ്രകാരം നിന്നേ പറ്റൂ. വായിച്ചോ. ഏകഭാവമുള്ളവരായി. എത്ര ഭാവം? ഇവിടെ ഒരാളിന് തന്നെ പല ഭാവമല്ലേ? അല്ലേ? എല്ലാരും കൂടെ ഒരു ഭാവമാണോ? അടുത്ത് ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇങ്ങനെയായാൽ ഈ പലകകളെ കൊണ്ട് പലകയുടെ അകത്ത് തിരുനിവാസിനകത്ത് വസിക്കുന്ന സഭയിൽ വസിക്കുന്ന ദൈവത്തിന് സന്തോഷം. എബേസ്യർ പെട്ടെന്ന് എബേസ്യർ 4:1 മുതൽ 3 വരെ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. എല്ലാവരും കേട്ടല്ലോ. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും. എങ്ങനെ വായിച്ചേ? പൂർണ്ണ വിനയത്തോടും. അപ്പൊ ഈ അഭിനയിച്ച പോരല്ലേ? ചിലരുണ്ടല്ലോ, ഈ അഭിനയമൊന്നും നടക്കില്ല കേട്ടാ. അഭിനയിക്കാൻ മലയാളികളെ പോലെ ആരുണ്ട് അല്ലേ? പൂർണ്ണ ഈ ഓരോന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ കർത്താവ് നോക്കും. സ്കെയിൽ പുള്ളിയുടെ ഉണ്ടല്ലോ, മീറ്റർ. ഈ മനസ്സിനകത്ത് ഇതെല്ലാം ഉണ്ടോന്ന്. സ്തോത്രം. സമയമില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ വിവരിക്കണമായിരുന്നു. അടുത്ത സൗമ്യതയോടും. എന്തോട്? ചിലരുടെ പേര് സൗമ്യ, തൊട്ടുപോലും തേച്ചിട്ടില്ല. സ്തോത്രം. സൗമ്യത. സൗമ്യത. അടുത്ത് ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. നിർത്താതെ ചുമയ്ക്കുന്നവരായി. അങ്ങനെയാണോ? ദീർഘക്ഷമയെന്ന് പറയുമ്പോൾ ചിലരുടെ വേദം നിർത്താതെയുള്ള ചുമയാണെന്നാണ്. ക്ഷമയെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അത് പോരാ. പിന്നെ സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പാസ് വലിയ പാട് എന്ന്. അതല്ലേ യേശുപ്പച്ചൻ പറഞ്ഞത്. പലരും കടക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ എന്ത് ചെയ്യില്ല, നടക്കില്ലെന്ന്. ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കും. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ബന്ധപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് വായിക്കേ. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. എന്തോന്നല്ല പൊറുക്കണം? സ്നേഹം കൊണ്ട് അന്യോന്യം. നമ്മൾ പൊറുപ്പിക്കുന്നവരാണോ മുറിവുണ്ടാക്കുന്നവരാണോ? നമ്മുടെ വാക്ക് കൊണ്ടും സമീപനം കൊണ്ടും നോട്ടം കൊണ്ടും ആരുടെയും ജീവിതത്തിൽ മുറിവുണ്ടാക്കരുത്. ദൈവസഭയ്ക്ക് മുറിവുണ്ടാക്കരുത്. മാത്രമല്ല, ചിലരുണ്ട് അവരുടെ മുറിവിനെ പൊറുപ്പിക്കാനായിരിക്കും ചെല്ലുന്നത്, പ്രാർത്ഥിക്കാൻ. പക്ഷെ അവർ ഇച്ചിരി കൂടെ വലിച്ച് കീറി വെച്ചിട്ടേ വരൂ. പൊറുപ്പിക്കുന്നവരാകണം. മുറിവിനെ വലിച്ച് കീറരുത്. പൊറുപ്പിക്കാനുള്ള വാക്കറിഞ്ഞുടങ്ങി മിണ്ടണ്ട കേട്ടോ. മിണ്ടാതിരുന്നിട്ട് ഇഞ്ഞ് പോകുന്ന വല്ലതും തരുന്നേ കഴിച്ചുകൊണ്ടിഞ്ഞ് പോന്നാൽ മതി. ഒന്നും മിണ്ടണ്ട. വാ പൊളിക്കുന്നെങ്കിൽ പറയുന്നെങ്കിൽ പൊറുപ്പിക്കുന്നതേ പറയാവൂ. ചിലർ വന്ന് വല്ലതും പറഞ്ഞിട്ട് പോന്നാൽ പിന്നെ ഒരാഴ്ചക്ക് ആ വീട്ടിൽ അത് മതി. ബാക്കി കാര്യം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. എന്തോന്നിന്റെ ഐക്യത? ഈ ചിലരുടെ ആത്മാവ് ഐക്യപ്പെടൂല കേട്ടോ. വികട ആത്മാവ് തമ്മിൽ യോജിക്കൂല. ചിലർ ഭയങ്കര ആത്മീയമൊക്കെയാണ്, പക്ഷേ ആത്മാവിന് കീഴ്പ്പെടുകയില്ല, വചനത്തിന് കീഴടങ്ങില്ല, ഒത്തുപോകില്ല. വികടാത്മാവ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആത്മാക്കളും പുറത്തു പോട്ടെ. അങ്ങനത്തെ ഇതിനകത്ത് ദൈവാത്മാവിന്റെ പ്രവർത്തനം മതി. ചേർന്ന് പോകുന്ന ആത്മാവ്, ഐക്യപ്പെട്ടു പോകുന്ന ആത്മാവ്, ഒരു മനസ്സോടെ പോകുന്ന ആത്മാവ്. സമയമില്ല, പെട്ടെന്ന് പോയത്. സ്വതം 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 നിലവില് 1 10
1 Korinത്യർ 1:10. സഹോദരന്മാരെ സഹോദരന്മാരെ സഹോദരിമാരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലയോ ഈ പെണ്ണുങ്ങളെ എന്ന് വിളിക്കാറില്ല, പുരുഷന്മാർ. അതുകൊണ്ട് പുരുഷത്വം ഇല്ലാത്ത സ്ത്രീകളെല്ലാം പുരുഷത്വമുള്ള സഹോദരന്മാരായിട്ട് മാറണം. വേണ്ടാത്ത കാര്യത്തിനല്ല, ദൈവിക വിഷയത്തിന്. വീട്ടിൽ കയറിയൊന്നും ഭരിച്ചു കളയരുത്. ഇരിക്കേണ്ടടുത്ത് ഇരുന്നോണം. തല ശരീരം തലയായാൽ കൊള്ളൂല. തല ചെറുതാ, ശരീരത്തെ മേയ്ക്കാനുള്ള പവർ തലയ്ക്കുണ്ട്. പറ്റൂല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടായിരുന്നു കേട്ടാ. സ്തോത്രം. ആത്മാവിന്റെ ഐക്യത. അടുത്ത വായിച്ചോ. സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും. ദൈവസഭയ്ക്കകത്ത് ഒരു വർത്തമാനേ പാടുള്ളൂ. എല്ലാവരും പാസ്റ്റർമാരാകരുത്. ചിലർ പറഞ്ഞ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഏൽപ്പിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. പാസ്റ്റർ വിളിച്ച് പറഞ്ഞാൽ മതി, പ്രാർത്ഥിച്ച് അതിന് വേണ്ടി അയക്കും. ഇതിനകത്ത് വേണ്ട. വല്ല പ്രവാചകന്മാരും ഒന്നും തലയിൽ കൈവച്ച് കുലുക്കിയിട്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ അങ്ങ് പോയാൽ മതി. എന്തിന് പൈസ കൊടുക്കണല്ലോ, കൂടെ അങ്ങ് പോ. ദൈവസഭയ്ക്കകത്ത് കുഴപ്പമുണ്ടാക്കരുത്. ദൈവസഭയ്ക്കകത്ത് നേതൃത്വം നൽകുന്ന, ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തൻ ആരായാലും അതിന് കീഴ്പ്പെട്ടിരുന്നോണം. പറ്റൂല്ലയോ ഇതിനകത്ത് കിടന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. പെറ്റോ ഇത് ദൈവസഭയാണ്. വൈകൂ. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ. ഭിന്നത ഭാവിക്കുകയരുത്, ഭിന്നത വരുത്തുകയും ചെയ്യരുത്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ ഭിന്നത ഭാവിക്കരുത്. ദൈവസഭയ്ക്കകത്ത് ഭിന്നത ഉറക്കപ്പറ വരുത്തരുത്. സഭയുടെ ഐക്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും സഹിച്ച് ചെയ്തോണം. സഭയുടെ ഭിന്നിപ്പിന്, സഭയുടെ അലങ്കോലത്തിന് വാക്കോ സംസാരമോ ചിന്തയോ നോട്ടമോ ഇടയാകരുത്. ദൈവസഭയ്ക്കകത്ത് ആരും ഇടർച്ച ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ സഭയാണ്. ഏക മനസ്സിലും. എത്ര മനസ്സ്? ഇത്രയും ജനം ഒരു മനസ്സായിരിക്കണം. ഒരു കാര്യം ഉറപ്പ, ദൈവസഭയ്ക്കകത്തുള്ളവരെല്ലാം ഒരു മനസ്സുള്ളവരാണ്. അതല്ലാതെ വരുന്നവരൊക്കെ ആരാ? കൂട്ടത്തിൽ വരുന്നവരാണ്. കൂട്ടം വേറെ, ദൈവസഭ വേറെ. ദൈവസഭയ്ക്കകത്തുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ശക്തിയായി കരം ഉയർത്തിയൊരു ഹല്ലേലൂയ. ശരിക്കും മനസ്സിലായി? 2 കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ. വായിച്ചു തീർന്നോ? ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. എത്ര അഭിപ്രായം വേണം ദൈവസഭയ്ക്കകത്ത്? വേറെ വല്ലതും ഉണ്ടോ ഇതിനകത്ത്? വീടായാലും ഒരു അഭിപ്രായങ്ങൾ പറയാം. തീരുമാനം എടുക്കുമ്പോഴും ഒന്നായിരിക്കണം. സൗകര്യക്കും അഭിപ്രായമുണ്ട്, സൗകര്യനും അഭിപ്രായമുണ്ട്. പറഞ്ഞോ, തീരുമാനം അവസാനം ഒന്ന്. ദൈവസഭയ്ക്കകത്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാം, തെറ്റില്ല. പക്ഷേ പല അഭിപ്രായങ്ങൾ കൊണ്ട് സഭയ്ക്കകത്ത് കലക്കം വരരുത്. ബന്ധപ്പെട്ട ഒരു കാര്യം അറിയിക്കാം. നല്ല അഭിപ്രായം ഏതാണോ അതിനങ്ങ് കീഴടങ്ങിയിരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് നടപ്പായില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീ ഇവിടെ ആരുമല്ല, നീ ഒരു പലകയാണ്. ചിലരുടെ വിചാരം ഞാൻ എന്തോ ആണെന്നാണ്. നീ ഒന്നുമല്ല, ഒരു ശ്വാസം മാത്രമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും, ഈ ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ എന്നാ, HIV-14, ശ്വാസം മുട്ടില്ല, ഡയബറ്റിക് ഇല്ല, ഹാർട്ടിന് പ്രശ്നം ഇല്ല, BP ഇല്ല, പിന്നെ സ്ലിം ബോഡി, നല്ല മസിൽ, ഇതെല്ലാം ഉള്ളവനാണ് ഉറച്ചു നിൽക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ അവനാണ് ഒരു ശ്വാസം. ഒരു കുഴപ്പമില്ലാത്ത കരാട്ട ഗുസ്തി ഫയൽമാനാണ് ആര്? ഉറച്ചു നിൽക്കുന്നവൻ. ഉറച്ചു നിൽക്കുന്നവൻ എത്ര ശ്വാസം? അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര ശ്വാസം? 4 ശ്വാസം, 1/2 ശ്വാസം. ചിരിക്കണ ഉള്ളതല്ലേ പറഞ്ഞത്. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 5-ാം വചനം.
എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട്, എന്തോ എല്ലാവരും കേൾക്കണേ, ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ. ഒരു കാര്യം 300 പേര് ഇരിക്കുമ്പോൾ പറയുകയാണ്, 300 ശരീരം, ഒരു ഹൃദയം, ഒരു മനസ്സ്. കേൾക്കുന്നുണ്ടോ? 300 ശരീരം, പക്ഷെ ഒരു ഹൃദയം, ഒരു മനസ്സ്. അടുത്ത് ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും. മതി 300 പേർക്ക് എത്ര വാ വേണമെന്ന്? ഇത് ഒരുത്തനെ 3 വാ, 4 വാ, 10 വാ. ഇപ്പൊ 300 എണ്ണത്തിന് ഒരു വാ മതിയെന്ന്. മുന്നൂറ് പേർക്ക് ഒരു വാ, ഒറ്റ വാ. ഇപ്പൊ എത്ര വാകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? ഇവിടെ വരുമ്പോൾ ഒരു വാ, പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അടുത്ത വാ, പോണ വഴിക്ക് വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ വാ, ഫോണെടുക്കുമ്പോൾ അടുത്ത വാ. ബാക്കി പറയണോ ഞാൻ? ഞാൻ പറയാതെ നിങ്ങൾ ഗ്രഹിച്ചതിനായിട്ട് സ്വതന്ത്രം. കാരണം പറഞ്ഞാൽ ഈ സന്തോഷത്തോടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. സ്വതന്ത്രം. ഒറ്റ വായയാകാവും. വേറെ വല്ല സൈസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്രൂശിച്ച് കൊന്നേക്കണം. വേണ്ട, ഒരു വാ മതി. കാര്യം മനസ്സിലായൊരു പേരല്ല. ഇനി അടുത്ത 2 കാര്യമുണ്ട്. ഇതൊന്നും ആയില്ല, സമയം തീർന്നു. എങ്കിലും ആ 2 കാര്യം അങ്ങ് പറഞ്ഞേക്കാം. കാരണം ഇനി എനിക്ക് പ്രസംഗിക്കാൻ ഈ വിഷയത്തിൽ നേരം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് തന്നത് മാത്രമാണ് ഈ വിളിച്ച് പറയുന്നത്, അല്ല നെറ്റിൽ കിട്ടിയ വാർത്തയൊന്നുമല്ല. സ്വതന്ത്രം. ദൈവസഭ ശ്രദ്ധിക്കൂ. അടുത്തതായ കാര്യം, 5 അന്താഴം കൊണ്ട് വേണം ഇത് യോജിപ്പിക്കാം. പക്ഷേ നടുവിലത്തെ അന്താഴം എല്ലാ പലകളെയും യോജിപ്പിക്കണം. നമ്മൾ നീളത്തില്ല കേട്ടോ, സമയം തീരുന്നു. നിങ്ങളുടെ കൃപ കളയണ്ട. ഞാൻ പറഞ്ഞതായ ദൈവവചനത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നു. സ്തോത്രം. ദൈവസഭയിൽ നിൽക്കുന്ന ഓരോ വിശ്വാസിയും, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, കൂട്ടത്തിലല്ല, ദൈവസഭ, തിരുനിവാസം. കൂട്ടത്തിൽ ആർക്കും വരാം. കേൾക്കുന്നുണ്ടോ? കൂട്ടത്തിൽ ആർക്കും വരാം, ആർക്കും ഇരിക്കാം, ആർക്കും പോകാം, കൈയടിക്കാം, പാടാം. അതല്ല ഞാൻ പറഞ്ഞത്. തിരുനിവാസം, ദൈവം വസിക്കുന്ന സഭ. ആ സഭയാണ് ഒരു സ്വർഗത്തിൽ കൊണ്ടുപോണത്. യേശുവിൻ കൂടെ നടക്കാം, വിശുദ്ധിയും